വീടിന് പുറത്തേക്ക് അധികം പോകാറില്ല. ഒരു ഓപ്പറേഷൻ തലയിൽ മുഴയിൽ ഓപ്പറേഷൻ വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഈ മണ്ടച്ചോറിനകത്ത് നരമ്പിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ 6 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തലയിൽ ആ മുഴയുടെ അതാണ്, അത് വളർന്ന് വരികയാണ്. അതാണ് മോന് അടിച്ചിരിക്കുക. ഞാൻ പിടിച്ചിളക്കുമ്പോൾ മറിഞ്ഞ് വീഴും. 2010 തൊട്ടേ മെഡിക്കൽ കോളേജിൽ ആണ്. 2010 തൊട്ട് ഇന്നുവരെ പിന്നെ മുടങ്ങിയിട്ടില്ല. കിടപ്പിലായപ്പോൾ ഇപ്പോൾ 1 വർഷമായി. 1 വർഷം കഴിഞ്ഞ്. ഈ കുഞ്ഞു കടയാണ് ഏക വരുമാന മാർഗം. എല്ലാം കടങ്ങൾ തന്നെ. മൊത്തം ലോൺ എടുത്തതിൻ്റെ ഇതിലും ആൾക്കാരിൽ നിന്ന് മൊത്തം വേറെ ഒരു 4-5 സെൻറ്റ് സ്ഥലം ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വിറ്റിട്ടാണ് അപ്പോഴോട്ടേ ചികിത്സ തുടങ്ങിയത്. ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ അല്ലാതെ വേറെ വരുമാനമില്ല. സഹായം അഭ്യർത്ഥിക്കാത്ത ഇടങ്ങളില്ലെന്ന് പൊന്നമ്മ പറഞ്ഞു. ചെല്ലുമ്പം പറയും ഫണ്ടിൽ പൈസ തന്നില്ല, വന്നാൽ നിങ്ങൾക്ക് തരും. മുഖ്യമന്ത്രിക്ക് കടം. പരിഗണിക്കാൻ തയ്യാറാണെങ്കിലും പരിമിതികളുണ്ടെന്ന് പഞ്ചായത്ത് ബേസിൽ തന്നെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളുകൾ ഏറ്റവും പുറകിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. സർക്കാരിൻ്റെ പൈസ വരുന്നതിനനുസരിച്ചായിരിക്കും അതിനകത്തൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. ഗ്രാമപഞ്ചായത്തുകൾക്ക് അതിനകത്ത് ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. മഴ പെയ്യുമ്പോൾ മൊത്തം ചോന്ന് വലിച്ച് കിടക്കുമ്പോൾ കിടക്കണെടുത്തു അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചെവിരി കൂടെ വെള്ളം ഇറങ്ങും. അവിടെ കൂടെ ചെവിരി കൂടെ വെള്ളം ഇറങ്ങി എടുക്കുകയൊക്കെ ചെയ്യും. വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മോനത്തിന് സ്വാതന്ത്ര്യമായിട്ട് വെച്ച് കിടത്താനായിട്ടുള്ളവർ കഴിയുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അധികാരികൾ പറയുമ്പോഴും പൊന്നമ്മയുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഉത്തരം കണ്ടെത്തേണ്ട അനേകം ചോദ്യങ്ങൾ അമ്മ ചോദിക്കുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ആ മകന് ഇപ്പോൾ ഒരമ്മയുണ്ട്. അതിനപ്പുറത്തേക്ക് ആ മകൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഉത്തരം കണ്ടെത്തേണ്ട അനവധി ചോദ്യങ്ങൾ. സജികുമാറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.